ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് നമ്മുടെ രക്ഷാബന്ധൻ അന്നത്തെ വീഡിയോ ആണ്. അപ്പോൾ എഡിറ്റ് ചെയ്യാൻ താമസിച്ചു പോയി. ഇപ്പോൾ ഇടാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മളന്ന് രക്ഷാബന്ധൻ്റെ ഒക്കെ എല്ലാം പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് നമ്മൾ വെളിയിൽ പോയായിരുന്നു. എല്ലാവരും കൂടെ ഒരു മൂവി കാണാൻ പോയതാണ്. അപ്പം എല്ലാവരും കൂടി ഒരു മാളിലാണ് പോയത് മൂവി കാണാൻ. അപ്പം മൂവിക്ക് അവിടെ ചെന്നപ്പോൾ 8 മണിക്കകത്തെ ഷോ ആയിരുന്നു, 7:45 ഷോ ആയിരുന്നു. അപ്പം നമ്മൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് 5 മണി ഒക്കെ ആയായിരുന്നു. ഇത്ര നേരത്തെ ചെന്നായിരുന്നു. അപ്പം പിന്നെ വെളിയിൽ ഇറങ്ങേണ്ട വെച്ചാൽ അതിനുള്ളിൽ തന്നെ നമുക്ക് ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനുണ്ടല്ലോ. അപ്പോൾ അവിടെയൊക്കെ കറങ്ങി അടിച്ച് നടന്ന് ടിക്കറ്റൊക്കെ എടുത്തായിരുന്നു. പിന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയ ഓരോന്നൊക്കെ കുടുവാണികളൊക്കെ തിന്നു. എല്ലാവരും അവിടെയൊക്കെ നിൽക്കുവാണ് ഇപ്പം. പിന്നെ അവിടെയൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എടുത്ത്. ഇതിനുള്ളിൽ തന്നെ നമുക്ക് 4-5 മണിക്കൂർ നടക്കാനുണ്ട്, കാഴ്ചകൾ കണ്ടുണ്ട്. ഷോപ്പിംഗ് ഒന്നും ചെയ്തില്ലെങ്കിലും വെറുതെ കണ്ടുകൊണ്ട് നടക്കും. പിന്നെ എന്നാൽ എല്ലാവരും മേടിച്ച് ഫുഡ് കഴിച്ചിട്ട് മൂവിക്ക് കയറാവുന്ന. അങ്ങനെ നമ്മൾ ചെറിയ ലൈറ്റായിട്ട് കഴിക്കാൻ കയറിയതാണ്. പറഞ്ഞ് ഹെവി ആയിപ്പോയി. അപ്പം അങ്ങനെ കുറച്ച് ഫുഡൊക്കെ വന്ന് എല്ലാവരും കൂടെ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ കഴിച്ച്. ഇവിടെ ഫുഡിന് തന്നെ നമ്മൾ 1 മണിക്കൂറോളം വെയിറ്റ് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഫുഡ് വരുന്നത്. പിന്നെ ഇരിക്കാൻ സ്പേസ് ഇല്ലായിരുന്നു ഫുഡ് കഴിക്കാൻ. കുറേ കഴിച്ചുകൊണ്ടിരിക്കുന്നവർ കഴിഞ്ഞിട്ട് അവരെണ്ണിച്ചിട്ട് വേണം നമുക്ക് ഇരിക്കാൻ. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ വെയിറ്റ് ചെയ്ത് അങ്ങനെ നമുക്ക് സീറ്റൊക്കെ കിട്ടിയായിരുന്നു. എല്ലാവരും കൂടെ നല്ല രസമായിരുന്നു. ഇങ്ങനെ കഴിച്ച് കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ നേരമൊക്കെ നമുക്ക് സമയമുണ്ടായിരുന്നു മൂവിക്ക്. അതുകൊണ്ട് നമുക്ക് പതുക്കെ എല്ലാം ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ ബർഗറും മറ്റതും എല്ലാം കഴിച്ച് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്തത് പിസ്സയൊക്കെ ഓർഡർ ചെയ്ത് പിസ്സ വന്ന് അതും കഴിച്ച് അങ്ങനെ കുറച്ച് അധിക സമയവും നമ്മൾ ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്യുമായിരുന്നു. അപ്പം വെറുതെ നടന്ന് എല്ലാവരും കാല് വേദന എടുത്ത്. അപ്പം എല്ലാവരും പറഞ്ഞ് നമുക്ക് ഇവിടെ തന്നെ ഇരിക്കാം, ഓരോന്ന് കഴിച്ചുകൊണ്ടിരിക്കാമെന്നും പറഞ്ഞുകൊണ്ട് അവിടെ തന്നെ എല്ലാവരും ഇരുന്ന്. എല്ലാവർക്കും ഓവറായിട്ട് വയറ് നിറഞ്ഞിട്ട് ആർക്കും കഴിക്കാൻ വയ്യ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് തള്ളുമായിരുന്നു. അപ്പം നമ്മൾ പിന്നെ വേസ്റ്റ് ആക്കണ്ടെന്ന് ചൊല്ലി എല്ലാവരും കൂടെ ഷെയർ ഇട്ട് കഴിച്ച് തീർത്ത്. അങ്ങനെ മൂവിക്ക് ഒരുവിധം സമയമായിരുന്നു. പിന്നെ നമ്മൾ മണ്ടയ്ക്കോട്ട് പോയി. 3-ാമത്തെ നിലയിലായിരുന്നു മൂവിയുടെ ഇത്. അപ്പോൾ അവിടോട്ട് കയറി. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ നമ്മളെല്ലാവരും അകത്തോട്ട് കയറി. അവിടെ ചെക്കിംഗ് ഒക്കെ ഉണ്ട്. നമുക്ക് ഫുഡൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല അകത്ത്. വെളിയിൽ നിന്ന് ഒരു സാധനവും നമുക്ക് കഴിക്കാൻ കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷേ ഞങ്ങൾ പാത്തൊക്കെ കൊണ്ടുപോയായിരുന്നു. ബാഗിൻ്റെ അടിയിൽ റുമാലിനകത്തൊക്കെ പൊതിഞ്ഞ് വെച്ചായിരുന്നു നമ്മൾ. അവിടെ ബാഗ് ചെക്കിങ് ഉണ്ടായിരുന്നു, സ്കാനിങ്ങും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ കണ്ടുപിടിച്ചില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ പാത്തൊക്കെ അകത്ത് കൊണ്ടുപോയി എല്ലാം. അപ്പോൾ ആളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. മലയാളം മൂവി ആയിരുന്നു. മൂവി ഏതാണെന്ന് വെച്ചാൽ നല്ല രസമാണ്. പ്രേതത്തിൻ്റെ മൂവി ആയിരുന്നു. സുമതിയുടെ വളവ്. ഒരുപാടങ്ങ് പേടിക്കാനില്ല, എന്നാലും പേടിക്കാനുണ്ട് താനും. പേടിക്കുന്നവർക്ക് പേടിക്കാനുണ്ട്. ഞാനൊക്കെ ഇങ്ങനെ പ്രേതമൊക്കെ വരുമ്പോൾ കണ്ണടച്ചിരിക്കുമായിരുന്നു. ഞാനൊന്നും ആ സീനൊന്നും കണ്ടില്ല. എന്നിട്ടും ഞാൻ വീട്ടിൽ വന്ന് കിടന്ന് പേടിച്ചായിരുന്നു. ഞാൻ മാത്രമല്ല, മാമി പേടിച്ച്, മാമിയുടെ അനിയത്തി പേടിച്ച്, എല്ലാവരും എല്ലാവർക്കും പേടിയായിരുന്നു. വീട്ടിൽ വന്ന് ബാത്റൂമിൽ വരെ പോകാൻ പേടിയായിരുന്നു. അപ്പം അങ്ങനെ മൂവിയൊക്കെ കണ്ടിറങ്ങി. പിന്നെ നമ്മൾ കുറച്ച് നേരം കൂടെയൊക്കെ അവിടെ സ്പെൻഡ് ചെയ്ത് കേട്ടോ. അപ്പം മൂവി കഴിഞ്ഞ് ഇറങ്ങിയപ്പം പിന്നെ വേറെ പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. വേറെ എവിടെയെങ്കിലും കൂടെ ഒക്കെ പോയിട്ട് നമുക്ക് രാത്രിയിൽ അവിടെ ഇരിക്കാം എന്നൊക്കെ. പക്ഷേ ആർക്കും പകുതി ആൾക്കാർക്ക് താല്പര്യമില്ലായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ വീട്ടിൽ പോകാമെന്ന് തീരുമാനിച്ച്. അപ്പോൾ ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിൽ കയറിയായിരുന്നു. അവിടെ നമ്മൾ ഫുഡൊക്കെ വയറ് നിറച്ച് കഴിച്ചിട്ടാണ് പോയത്. അപ്പോൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിടക്കാമല്ലോ. അപ്പം 2 മണിയൊക്കെ ആയി നമ്മൾ വീട്ടിൽ വന്നപ്പം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ ഓർഡർ ചെയ്ത് അവരവർക്ക് വേണ്ടത്. അപ്പം അടിപൊളി ഒരു ഡേ ആയിരുന്നു. എല്ലാവരും കൂടി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്തേക്കണേ. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.